ശ്യാം ദേവരാജ്, പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതായിരുന്നല്ലോ പ്രധാനമായും പറഞ്ഞിരുന്നത്. അല്ലമീൻ, സുനിയുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അതിനുള്ള ഒരു ഉത്തരവാദിത്തം, അതായത് കർശന സുരക്ഷയിലായിരിക്കും ഇനി അങ്ങോട്ട് സുനിയുടെ ജാമ്യ ജീവിതം, അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല സുജയ. വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കടുത്ത ജാമ്യ വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് സുപ്രീം കോടതി അനുവദിച്ച ജാമ്യം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ കർശന ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, പൾസർ സുനിയുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കോടതി എറണാകുളം റൂറൽ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സുനിയുടെ സുരക്ഷ എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നുള്ളതാണ്. മറ്റൊന്ന്, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, കോടതിയുടെ അനുമതിയില്ലാതെ കോടതിയുടെ പരിധി വിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു വ്യവസ്ഥ. ഒപ്പം 1 ലക്ഷം രൂപയുടെ ജാമ്യം ബോണ്ട് നൽകേണ്ടതുണ്ട്. മാധ്യമങ്ങളോട് ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല എന്നുകൂടി പറയുകയാണ്. നേരത്തെ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായപ്പോഴൊക്കെ മാധ്യമങ്ങളോട് പലതും വിളിച്ചു പറഞ്ഞിരുന്നു പൾസർ സുനി. അത്തരത്തിൽ ഈ കേസിൻ്റെ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു, കേസിൻ്റെ വിധി വരാൻ ഇരിക്കുന്നൊരു സാഹചര്യം. ഈ ഘട്ടത്തിൽ ജാമ്യത്തിലിറങ്ങുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു ഉപാധിയായി വെച്ചിരിക്കുന്നത്. ഒപ്പം ഒരു സിം മാത്രമേ പൾസർ സുനി ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒന്നിലധികം നമ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഉപയോഗിക്കുന്ന ഫോണിൻ്റെയും അതുപോലെ തന്നെ സിമ്മിൻ്റെയും വിവരങ്ങൾ അത് തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റെന്തൊക്കെയാണ് നിർദ്ദേശങ്ങളായുള്ളത് എന്നുള്ളത് അല്പസമയത്തിനകം പുറത്തുവരും. ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കുമ്പോൾ കർശനമായി തന്നെ നടപ്പാക്കുന്നതിനായി പോലീസ് സുരക്ഷ കൂടി വരുന്നു. ഒപ്പം സിമ്മിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. കർശനമായ ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് പൾസർ സുനിക്ക് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി 7.5 കൊല്ലത്തിനിപ്പുറം പുറത്തേക്കിറങ്ങുന്നു, ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. കർശന ഉപാധികളോടുകൂടിയുള്ള ജാമ്യമാണ് ഇപ്പോൾ എറണാകുളം സെഷൻസ് കോടതി, വിചാരണ കോടതി പൾസർ സുനിക്ക് നൽകിയിരിക്കുന്നത്. പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഒന്ന്. പൾസർ സുനിയുടെ സുരക്ഷ എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണം എന്ന വ്യവസ്ഥ കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ, ആ സിം കാർഡിന്റെ വിവരങ്ങൾ അറിയിക്കുകയും വേണം. അങ്ങനെ വ്യവസ്ഥകളോടുകൂടി പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എങ്കിലും പൾസർ സുനി പുറത്തിറങ്ങിയതിനു ശേഷം ബന്ധപ്പെടുന്ന ആളുകൾ, പൾസർ സുനി പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ കേസിന്റെ അന്വേഷണം പൂർത്തിയായി അതിന്റെ വിധി വരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നത് പ്രധാനമല്ലേ അല്ലമീൻ? അക്കാര്യത്തിൽ സംശയമില്ല. 7.5 വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തേക്ക് വരുമ്പോൾ കോടതി CCTV ഘടിപ്പിച്ച് പൾസർ സുനിയെ പുറത്തേക്ക് ഇറക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ജീവന് ഭീഷണിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ആ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് നിരീക്ഷണം വേണമെന്ന് പറയുമ്പോഴും അത് പൾസർ സുനിയുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സദാസമയം പോലീസിൻ്റെ സർവൈലൻസിലായിരിക്കും പൾസർ സുനി എന്നുള്ളത് കൂടിയാണ് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതിനിപ്പോൾ കോടതി കൂടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് പൾസർ സുനിയുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കുന്നു എന്ന വിധേനയാണ് െങ്കിൽ പോലും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും പൾസർ സുനിയുടെ യാത്രകളും മുന്നോട്ടുള്ള പ്രയാണവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് മാത്രമല്ല, ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ സിമ്മിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വിളികൾ, ആ ഫോണിലേക്ക് വരുന്ന വിളികളൊക്കെ സ്വാഭാവികമായും നിരീക്ഷണത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ അതിജീവിതയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ഒക്കെ പൾസർ സുനി ശ്രമം നടത്താൻ പാടില്ല, അതുണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് കൂടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേസിലെ 1ാമത്തെ പ്രതിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രതി തന്നെ പുറത്തേക്ക് വരുമ്പോൾ അതിജീവിതയുടെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കണം, അതിലൊരു ഭീഷണി ഉണ്ടാകാൻ പാടില്ല, വെല്ലുവിളി ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടി മുൻനിർത്തിയുള്ള ജാമ്യ വ്യവസ്ഥകളും ഉപാധികളുമാണ് കോടതി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. 2 ആൾ ജാമ്യവും പോകുന്നു. വൈകിട്ടോടുകൂടിയായിരിക്കും പൾസർ സുനി പുറത്തിറങ്ങുക എന്നുള്ളതാണ്. ഇതിൽ ഒരു ഫോൺ, അതിൽ ഒരു സിം കാർഡ്, അതിന്റെ വിവരങ്ങൾ കൃത്യമായി നൽകണം. അതോടൊപ്പം വിചാരണ കോടതിയായ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിധി വിട്ടുപോകാൻ പാടില്ല എന്നതുകൂടി ഉൾപ്പെടുന്ന ഒരു ജാമ്യ വ്യവസ്ഥയിലാണ് പൾസർ സുനി പുറത്തേക്ക് വരുന്നത്, അല്ലേ അല്ലമീൻ? അതുതന്നെയാണ് സുജ. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ വിചാരണ കോടതിയിൽ നിന്ന് പൾസർ സുനിയെ പുറത്തേക്കിറക്കി നേരെ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുക, സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ജയിലിലെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം വൈകുന്നേരത്തോടു കൂടിയായിരിക്കും പൾസർ സുനി പുറത്തേക്കിറങ്ങുക. ഏതായിരുന്നാലും സുപ്രീം കോടതിയുടെ ജാമ്യ ഉത്തരവ് നേരത്തെ തന്നെ കയ്യിലുണ്ട്. പക്ഷേ ഈ വിചാരണ കോടതിയാണ് ഉപാധികളും വ്യവസ്ഥകളും നിശ്ചയിക്കേണ്ടത്. അത് നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൂടി ലഭിച്ചതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി പൾസർ സുനിക്ക് പുറത്തിറങ്ങാനാകും. കേസ്
നടന്ന് ഈ സംഭവം ഉണ്ടായി 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. പൾസർ സുനി അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഇനി എന്തൊക്കെ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ കേസ് സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെയുള്ള ശ്രമം പൾസർ സുനി നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെ കർശന ഉപാധി വേണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. ഏതായാലും അത് മറ്റൊരു തരത്തിൽ കോടതി അംഗീകരിച്ചിരിക്കുന്നു. അത് പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം കണക്കിലെടുത്ത് എറണാകുളം റൂറൽ പോലീസ് പൾസർ സുനിയുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണം. ആ അർത്ഥത്തിലൊരു നിരീക്ഷണം ഏതായിരുന്നാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന്, കോടതിയുടെ അനുമതിയില്ലാതെ, കോടതിയുടെ അറിവ് കൂടാതെ കോടതിയുടെ പരിധി വിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജാമ്യ ഉപാധി. ഒപ്പം ഒന്നിലധികം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഒന്നിലധികം സിം കാർഡ് ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഫോൺ മാത്രമേ പൾസർ സുനിക്ക് ഇനി ഉപയോഗിക്കാനാവൂ. അതിൽ ഒരേ ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ. ആ സിമ്മിൻ്റെ വിവരം, ആ നമ്പറിൻ്റെ വിവരം അത് തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുകയും വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജാമ്യോപാധികൾ. 2 ആൾ ജാമ്യവും 1 ലക്ഷം രൂപയും ബോണ്ടായി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. മാധ്യമങ്ങളോട് ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു ഉപാധി. മറ്റൊന്ന്, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് സാക്ഷികളെ പോലും കാണാനോ അവരുമായി സംസാരിക്കാനോ സുനി ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. അതിന് തടയിടണം, അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ കോടതി ചോദിച്ച ചോദ്യം, പൾസർ സുനിയുടെ അമ്മയും കേസിലെ സാക്ഷിയാണ്, അമ്മയെപ്പോലും കാണാൻ പാടില്ല എന്നുള്ളതാണോ പ്രോസിക്യൂഷൻ്റെ നിലപാട് എന്നുള്ളതായിരുന്നു കോടതിയുടെ ഒരു ചോദ്യം. അതോടൊപ്പം കർശന ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ അതിരുകടന്ന ജാമ്യ വ്യവസ്ഥകൾ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് സാധാരണയിൽ കവിഞ്ഞ സാധാരണമായ എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ പ്രോസിക്യൂഷന് നിർദ്ദേശിക്കാനുണ്ടോ എന്നൊരു ചോദ്യം കൂടിയും കോടതി ചോദിച്ചിരുന്നു. ഏതായാലും ആ വാദങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ കോടതി 1 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം. 2 ആൾ ജാമ്യം, 1 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിധി വിട്ട് പ്രതി പോകരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റു പ്രതികളുമായി ബന്ധം പുലർത്തരുത്. ഇവയെല്ലാം നിർദ്ദേശിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതി ഇപ്പോൾ പൾസർ സുനിക്ക് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം നൽകുന്നത്. സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് വിചാരണ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ എത്തിയത്. അതിൽ കർശന വ്യവസ്ഥകളോടെ ഇപ്പോൾ ജാമ്യം നൽകുകയാണ്. നമുക്കൊപ്പം അല്ലമീനും ശ്യാം ദേവരാജും തുടരുന്നുണ്ട്. അല്ലമീൻ, ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിരിക്കുന്നു. കർശന വ്യവസ്ഥകളോടെയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നത് പ്രധാനമല്ലേ? ആരാണ് പൾസർ സുനിക്ക് പിന്നിൽ എന്നുള്ളത് നേരത്തെ PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് ജാമ്യ ഹർജി വന്ന വേളയിൽ ചോദിച്ചതും നമ്മുടെ മുന്നിലുണ്ട്. പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൾസർ സുനിയെ പുറത്തിറക്കിയത് ആരാണ്? അതിനായി അഭിഭാഷകരെ നിയോഗിച്ചത് ആരാണ്? പണം ചെലവഴിച്ചത് ആരാണ്? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയല്ലേ അല്ലമീൻ? അതിനൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് സുജി, അക്കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ ഈ ജാമ്യത്തിലൂടെ അല്ലെങ്കിൽ പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുമോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആദ്യം ഈ കേസിൽ പിടിയിലായപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലയത്തിൽ നിന്നുകൊണ്ട് പൾസർ സുനി വിളിച്ചു പറഞ്ഞത് വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്നുള്ളതായിരുന്നു. ആ വമ്പൻ സ്രാവ് മലയാള സിനിമയിലെ വമ്പൻ സ്രാവ് ദിലീപായിരുന്നു എന്നുള്ളത് പിന്നീട് ദിലീപിൻ്റെ അറസ്റ്റോടെയും ജയിൽവാസത്തോടെയും തെളിഞ്ഞു. പിന്നീട് ഒരിക്കൽ പറഞ്ഞതൊരു മാഡം പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ആരാണ് ആ മാഡം എന്നൊരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ പൾസർ സുനി 7.5 വർഷം ജയിലിനകത്ത് കിടന്നപ്പോൾ ആ കേസ് നടത്തിപ്പിന് പണം ചിലവഴിച്ചതാര്, പുറത്തിറക്കിയതാര് എന്നടക്കമുള്ള ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ പ്രധാനമാണ്. ഏതായാലും അതിനൊക്കെ ഉത്തരം കിട്ടുമോ എന്നുള്ളത് പ്രധാനമാണ്. ഏതായാലും പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. കർശന ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചു. ഇപ്പോൾ വിചാരണ കോടതിയാണ് ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ചുകൊണ്ട് പൾസർ സുനിക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. അങ്ങനെ പൾസർ സുനിയെ വെറുതെ പുറത്തേക്ക് ഇറക്കി വിടുകയല്ല വിചാരണ കോടതി ചെയ്തത്. ഇരുഭാഗത്തും CCTVകൾ ഘടിപ്പിച്ചുകൊണ്ട് പൾസർ സുനിയുടെ ഓരോ നിരീക്ഷണവും ഒപ്പിയെടുക്കാൻ തരത്തിൽ പോലീസിൻ്റെ നിരീക്ഷണം ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ടാണ്. അതോടൊപ്പം പൾസർ സുനിയുടെ ഫോൺ വിളികൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ജയിൽ മോചനം അത് വൈകിട്ടോടെയാവില്ലേ? ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമോ? അല്പസമയത്തിനകം പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കോടതി നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ആ ജാമ്യ വ്യവസ്ഥകൾ കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കോടതിക്കുള്ളിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം പൾസർ സുനിയെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ജയിലിലെ നടപടിക്രമങ്ങൾ, കോടതി ഉത്തരവ് ഉൾപ്പെടെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ജയിൽ സൂപ്രണ്ടിനെ ഹാജരാക്കേണ്ടതുണ്ട്. ജയിലിലെ മറ്റ് നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പക്ഷേ വൈകുന്നേരത്തോടു കൂടി തന്നെ പൾസർ സുനിക്ക് പുറത്തിറങ്ങാനാകും. 2-3 ദിവസമായി സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ട് 2-3 ദിവസമേ സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ നിന്നുള്ള ജാമ്യ ഉത്തരവൊക്കെ തന്നെ ഇവിടെ ലഭിച്ചിട്ടുണ്ടാകും. ഇന്നിപ്പോൾ വിചാരണ കോടതിയിൽ ഈ ജാമ്യ വ്യവസ്ഥകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദീകരിച്ചുകൊണ്ടുള്ള
ഉത്തരവ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവ് സബ് ജയിലിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി പൾസർ സുനിക്ക് പുറത്തിറങ്ങാനാകും. ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകും. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് രാവിലെ സബ് ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ തന്നെ പൾസർ സുനിയുടെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. പക്ഷേ ഒന്നും മിണ്ടാതെയാണ് പൾസർ സുനി പോലീസ് ജീപ്പിൽ കയറി കോടതിയിലേക്ക് വന്നത്. സ്വാഭാവികമായും ഇനി കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അത്തരം പ്രതികരണങ്ങൾ ചോദിക്കാമെന്നല്ലാതെ കോടതിയുടെ നിർദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പൾസർ സുനി തുനിയില്ല എന്നുള്ളത് തന്നെയാണ് സുജയ മനസ്സിലാക്കാനാകുന്നത്. ഇനിയും ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പൾസർ സുനി ഇനി കാണാനിടയുള്ള ആളുകൾ, സഞ്ചരിക്കാനിടയുള്ള വഴിയോരങ്ങൾ ആരെയൊക്കെയുമായി മീറ്റ് ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രധാനമാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾക്ക് കേസുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ പൾസർ സുനി പുറത്തേക്ക് ഇറക്കാൻ സഹായിച്ചവരോ ഒക്കെ ആയിരിക്കും. അത്തരത്തിലൊക്കെ ഒരു നീക്കത്തിലേക്ക് പൾസർ പോകുമോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. ഇനി അതല്ല അതിനപ്പുറത്തേക്ക് വീട്ടിൽ അമ്മയോടൊപ്പം തന്നെ ചിലവഴിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനം. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി കേസിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവർ പൾസർ സുനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ചോദ്യം ചെയ്യുമോ, ഉന്നയിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ അതിപ്രധാനമാണ്. 1-2 മാസത്തിനകം കേസിൻ്റെ വിധി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ തരത്തിലേക്ക് നടപടിക്രമങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് പൾസർ സുനി കേസിലെ പ്രധാനപ്പെട്ട പ്രതി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. 7.5 വർഷത്തിന് ശേഷം കർശന ഉപാധികളോടെ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ കോടതി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ കർശന ജാമ്യ ഉപാധികളോടെ ജാമ്യ വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ആൾ ജാമ്യവും 1 ലക്ഷം രൂപയും ബോണ്ട് നൽകണം. അതോടൊപ്പം എറണാകുളം റൂറൽ പോലീസ് സുനിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു ഫോൺ മാത്രമേ, ഒരു സിം മാത്രമേ പൾസർ സുനി ഉപയോഗിക്കാവൂ. ആ ഫോണിൻ്റെയും ആ സിമ്മിൻ്റെയും ഒക്കെ വിവരങ്ങൾ, ഫോണിൻ്റെ IMEI നമ്പർ ഉൾപ്പെടെ സിമ്മിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുകയും വേണം. എന്ന് മാത്രമല്ല കോടതി പരിധി വിട്ട് പോകുന്നത്, കോടതിയുടെ നിർദ്ദേശമില്ലാതെ, കോടതിയുടെ അനുമതിയില്ലാതെ അങ്ങനെ കോടതിയുടെ പരിധി വിട്ട് പോകാൻ പാടില്ല, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കർശന വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസിലെ വിചാരണ കോടതി ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കോടതി നടപടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനകം പൾസർ സുനി കോടതിക്ക് പുറത്തേക്ക് വരും. ഇവിടെ നിന്ന് സബ് ജയിലിലേക്കാണ് സുനിയെ കൊണ്ടുപോവുക. അവിടെ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടു കൂടി സുനിക്ക് പുറത്തിറങ്ങാനാവുകയും ചെയ്യും. സുജയ.